ഹായ് മക്കളെ, +1 ടോപ്പിക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായിരിക്കും കിങ്ഡം ഫഞ്ചൈ. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. കിങ്ഡം ഫഞ്ചൈയിലടാ 4 ക്ലാസ്സുകളാണ് വരുന്നത്: ഫൈക്കോമൈസീറ്റ്, ആസ്കോമൈസീറ്റ്, ബെസിഡിയോമൈസീറ്റ് ആൻഡ് ഡ്യൂറ്ററോമൈസീറ്റ്. അതർ നെയിംസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈക്കോമൈസീറ്റ്സിനെ നമ്മൾ ആൽഗൽ ഫഞ്ചി എന്ന് വിളിക്കും, ബെസിഡിയോമൈസീറ്റ്സിനെ ക്ലബ് ഫഞ്ചി എന്ന് വിളിക്കും, ആസ്കോമൈസീറ്റിനെ സാക്ക് ഫഞ്ചി എന്ന് വിളിക്കും, ആൻഡ് ഫൈനലി ഡ്യൂറ്ററോമൈസീറ്റ്സിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫഞ്ചി എന്നാണ് വിളിക്കുക. ഓക്കെ, മൈസീരിയത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ അതിൽ അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് കണ്ടീഷനിൽ വരുന്ന ഒറ്റ ഫംഗൽ ക്ലാസ്സേ ഉള്ളൂ, അത് ഫൈക്കോമൈസീറ്റ്സ് ആണ്. ബാക്കി 3 ക്ലാസ്സസും സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് ആണ്. ഓക്കെ, ഇനി സ്പോറുകളുടെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫൈക്കോമൈസീറ്റ്സിന്റെ അസെക്ഷൽ സ്പോറുകളാണ് സൂസ്പോറും അപ്ലാനോസ്പോറും, എൻഡോജീനസ്ലി ഫോം ചെയ്യുന്ന സ്പോറുകളാണ്. ഇനി സെക്ഷൽ സ്പോറാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോസ്പോർ. ആസ്കോമൈസീറ്റിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അസെക്ഷൽ സ്പോറാണ് കൊനീഡിയ. കൊനീഡിയോഫോർ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എക്സോജീനസ് ആയിട്ട് ഫോം ചെയ്യുന്ന സ്പോറാണ് കൊനീഡിയ. ഇനി സെക്ഷൽ സ്പോർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആസ്കോസ്പോർ ആണെന്നറിയാം. ആസ്കോസ്പോറ് ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയിൽ ആസ്കസ് എന്ന് പറയുന്ന കുറേ സ്ട്രക്ചറുകൾ ഉണ്ടെന്നും ആ ആസ്കസിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന സ്പോറുകളാണ് ആസ്കോസ്പോർ. സോ എൻഡോജീനസ് സ്പോറുകളാണ് ആസ്കോസ്പോർ. ഓക്കെ അല്ലേ? ഇനി ബെസിഡിയോമൈസീറ്റ്സിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബെസിഡിയോമൈസീറ്റ്സിന് അസെക്ഷൽ സ്പോർസ് ആബ്സെന്റ് ആണ്. സെക്ഷൽ സ്പോറ് ബെസിഡിയോ സ്പോറുകളാണ്. എക്സോജീനസ് ആയിട്ട് ബെസിഡിയോ കാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയിൽ ബെസിഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിന് പുറത്തായിട്ട് ഫോം ചെയ്യുന്ന സ്പോറുകളാണ് ഇത് ബെസിഡിയോസ്പോർ. ഡ്യൂറ്ററോമൈസീറ്റ്സിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൽ സ്പോറുകൾ ഇല്ല. അസെക്ഷൽ സ്പോറ് കൊനീഡിയ ആണ്. എക്സോജീനസ്ലി കൊനീഡിയോഫോറിലാണ് നമ്മളുടെ കൊനീഡിയ ഫോം ചെയ്യുക. എക്സാമ്പിൾസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈക്കോമൈസീറ്റ്സിൽ നമ്മൾ 3 എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത്. ഒന്ന് റൈസോപസ്, ദെൻ ആൽബുഗോ, മ്യൂക്ക. ഓക്കെ, ആസ്കോമൈസീറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. നമ്പർ 1 ഈസ്റ്റ് ആണ്. ദെൻ അടുത്തത് പെനിസീലിയം ആണ്, ക്ലാവിസെപ്സ്, ആസ്പെർജില്ലസ്, മോറൽസ്, ട്രഫിൾസ്. അതിൽ മോറൽസും ട്രഫിൾസും എഡിബിൾ മെമ്പേഴ്സ് ആണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. ഇനി ബെസിഡിയോമൈസീറ്റ്സിലേക്ക് വരുമ്പം 3 എക്സാമ്പിൾസേ പഠിക്കാനുള്ളൂ. ഇറ്റ് ഈസ് അഗാരിക്കസ്, പക്സിനിയ, അസ്റ്റിലാഗോ. ആൻഡ് ഡ്യൂറ്ററോമൈസീറ്റ് നമുക്ക് 3 എക്സാമ്പിളേ പഠിക്കാനുള്ളൂ. ആൾട്ടർനേറിയ, കെലറ്റോട്രിക്കം, ട്രൈക്കോഡെർമ. അപ്പോൾ കൺഫ്യൂഷൻസ് തീർന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിലൂടെ നമുക്ക് ഇനിയും കാണാം. ബൈ.